നിന്റെ മാത്രം സഖി ഭാഗം 2. മിന്നു ഏട്ടനോട് ക്യാമ്പസ് വിശേഷങ്ങൾ പറയുകയാണ്. അവൻ ഇതെല്ലാം കേട്ടിരിക്കുകയാണ്. കോളേജിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നും നന്നായി പഠിക്കണമെന്നും ഏട്ടൻ പറയാൻ മറന്നില്ല. അത്താഴം കഴിച്ചു കഴിഞ്ഞവർ കുറച്ചു സമയം സംസാരിച്ചു കഴിഞ്ഞ് ഉറങ്ങാനായി പോയി. മിന്നുവിൻ്റെ ഉറക്കത്തിലും ഇന്നലെ കണ്ട ആ സ്വപ്നം അവളെ വിടാതെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. ആ സ്വപ്നത്തിലും അവൾ ഞെട്ടിയുണർന്നു. സമയം നോക്കിയപ്പോൾ 1 മണി. ചെറിയ ഭയം ഉള്ളിൽ തോന്നിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൾ പുതപ്പെടുത്ത് തല മുതൽ മൂടിക്കിടന്നു. അവൾ നിദ്രയിലായി. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൾ ഉറക്കമുണർന്നത്. നോക്കിയപ്പോൾ ലച്ചുവാണ്. അവൾ കോൾ എടുത്തു. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മിന്നു. അവിടെ നിന്ന് സ്നേഹത്തോടെയുള്ള ആശംസ അവളുടെ കാതിൽ വന്നെത്തിയതും മിന്നുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. താങ്ക് യു മൈ ഡിയർ, മിന്നു പറഞ്ഞു. അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, റെഡിയാവാൻ നോക്ക്, ലച്ചു പറഞ്ഞു. എന്നാൽ ശരി ലച്ചു. മിന്നു ലച്ചുവിന് മറുപടി നൽകിക്കൊണ്ട് ഫോൺ മേശമേൽ വെച്ച് എഴുന്നേറ്റു. അച്ഛനും അമ്മയും പെരുന്നാൾ സമ്മാനമായി വാങ്ങിക്കൊടുത്ത വെള്ളയും ചുവപ്പും നിറമുള്ള ഹാഫ് സാരിയാണ് അവൾ ധരിച്ചത്. അതിന് മാച്ചായ മാലയും കമ്മലും വളയും അവൾ അണിഞ്ഞു. അത് ഏട്ടനാണ് അവൾക്ക് വാങ്ങിക്കൊടുത്തത്. വെള്ളക്കൽ വെച്ച ഒരു പൊട്ടും അവൾ തൊട്ടു. ഏട്ടൻ്റെ മിന്നുവിന് ഏട്ടൻ്റെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. വൈഷ്ണവ് അവൾക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ മുത്തം നൽകി. മിന്നു, നമുക്കിറങ്ങാം. മുറ്റത്ത് നിന്നും ലച്ചു ഉറക്കെ വിളിച്ച് ചോദിച്ചു. ഇറങ്ങാം ലച്ചു, അവൾ മറുപടി പറഞ്ഞു. അമ്മ, ഞങ്ങൾ പോയിട്ട് വരാം, മിന്നു വിദ്യയോട് പറഞ്ഞു. ആ ശരി മോളെ. 1 കിലോമീറ്റർ ഉള്ളൂ അവിടെ നിന്ന് അമ്പലത്തിലേക്ക്. നടപ്പാതകൾക്ക് ഇരുവശമായി മരങ്ങൾ നിൽപ്പുണ്ട്. ചുറ്റുപാടുമുള്ള വീടുകളിലെ കുട്ടികൾ പറമ്പിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിലെത്തി. തലയെടുപ്പോടെ നിൽക്കുന്ന ആൽമരത്തെ വണങ്ങി അവർ അമ്പലത്തിലേക്ക് കടന്നു. മിന്നു, ഞാൻ പോയി വഴിപാടിനുള്ള രസീത് കുറിച്ചിട്ട് വരാം, ലച്ചു അവളോട് പറഞ്ഞു. ശരി ലച്ചു. മിന്നു നേരെ പോയത് അമ്പലക്കുളത്തിലേക്കായിരുന്നു. അവിടെ താമര വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടതും മിന്നുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. തിരിയാൻ നിന്നതും ആരുമായി അവൾ കൂട്ടിമുട്ടി. നെട്ടി ഒഴിഞ്ഞുകൊണ്ട് അവർ പരസ്പരം നോക്കി. മിന്നുവിന് ആ കണ്ണുകൾ പരിചയം ഉള്ളതുപോലെ തോന്നി. പക്ഷെ അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും അത് ഓർമ്മ കിട്ടിയില്ല. ഹലോ, ഇതെവിടെ നോക്കിയാ തിരിയണതൊക്കെ? മനുഷ്യൻ്റെ നെറ്റി ഒരു പരുവമാക്കിയപ്പോൾ സമാധാനമായോ? ആ ശബ്ദം കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും തിരികെ വന്നത്. അത് കൊള്ളാം, ഇങ്ങോട്ട് വന്ന് ഇടിച്ചതും പോരാ, എന്നെ മെക്കിട്ട് കയറുന്നോ? നിങ്ങൾക്ക് 2 ഉണ്ട കണ്ണുണ്ടല്ലോ, നേരെ നോക്കി നടക്കണം മിസ്റ്റർ, അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ലച്ചു തിരിച്ചു വരുമ്പോഴാണ് മിന്നുവും ഒരാളും കൂടി ദേഷ്യപ്പെടുന്നത് അവൾ കാണുന്നത്. വേഗം തന്നെ അവൾ അവർക്കരികിലേക്ക് ചെന്നു. എന്തു പറ്റും മിന്നു? ലച്ചു അവളോട് ചോദിച്ചുകൊണ്ട് അയാളെ നോക്കി. എൻ്റെ ലച്ചു, ഇയാൾ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതും പോരാ, എൻ്റെ മെക്കിട്ട് കയറുന്നു, അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ലച്ചുവിനോട് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് ഇടിച്ചെന്നോ? തിരിയുമ്പോഴൊന്ന് ശ്രദ്ധിക്കേണ്ടേ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ സൗമ്യതയോടെ പറഞ്ഞു. ലച്ചുവിന് മനസ്സിലായി രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന്. ചേട്ടാ ക്ഷമിക്ക്, മിനു ഒന്ന് നിർത്ത്, അവൾ 2 പേരോടും കൂടി പറഞ്ഞു. കണ്ട, കാര്യം പറഞ്ഞപ്പോൾ ബോധമുള്ളവർക്ക് മനസ്സിലായി. അവൾ ലച്ചുവിനെ നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. എടോ തന്നെ ഞാൻ. മിനുവിന് ദേഷ്യം വന്നു. ഒന്ന് പോടി, അത് പറഞ്ഞവൻ അവളെ കടന്നുപോയി. നീ എന്തിനാ ലച്ചു അയാളോട് ക്ഷമിക്കാൻ പറഞ്ഞേ? ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ടും പോരാ, അങ്ങേരോട് ക്ഷമിക്കാൻ പറഞ്ഞേക്കുന്നു. മിനുവിന് ദേഷ്യം വന്നു, കൂടെ സങ്കടവും. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടേ? നിനക്ക് സപ്പോർട്ട് ചെയ്യണോ? നല്ലൊരു ദിവസമായിട്ട് കണ്ണിൽ കണ്ടവരായിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്തിനാ? ഞാനും കൂടി നിന്നെ സപ്പോർട്ട് ചെയ്താൽ അതിനെ നേരം കാണൂ, ലച്ചു പറഞ്ഞു. മിന്നു മൂളി. വാ നമുക്ക് നടക്കാം, ലച്ചു പറഞ്ഞു. ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ മിന്നുവിൻ്റെ മനസ്സൊന്ന് ശാന്തമായി. ശ്രീകൃഷ്ണനാണ് അവിടുത്തെ ആരാധനാമൂർത്തി. തൊഴുകൈകളോടെ അവർ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. മുറ്റത്ത് കാർ കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ആൻറ്റിയും അങ്കിളും വന്നിട്ടുണ്ടെന്ന്. അവർ 2 പേരും ഒരുമിച്ച് അകത്തേക്ക് കയറി. മുത്തശ്ശനെയും മുത്തശ്ശിയെയും കണ്ടപ്പോൾ അവർ അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവർ മിന്നുവിനും വാത്സല്യത്തോടെ മുത്തം നൽകി. അവർ തിരിഞ്ഞപ്പോഴാണ് സോഫയിൽ ഇരിക്കുന്ന ആളെ കണ്ട് 2 പേരും ഞെട്ടുന്നത്. സിദ്ധുവേട്ട, അവർ 2 പേരും ഒരുമിച്ച് വിളിച്ചു. ആഹാ, വന്ന 2 ആളും, അവൻ പുഞ്ചിരിയോട് ചോദിച്ചു. വന്നു, മിന്നു ലച്ചുവിനെ ഒന്ന് നോക്കി പറഞ്ഞു. സിദ്ധുവേട്ടൻ എപ്പോൾ വന്നു? മിന്നു സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അരികിൽ ചെന്നിരുന്നു. ഇന്നലെ രാത്രിയിൽ വന്നതാ, അവൻ അവളുടെ തോളിൽ കൈ ഇട്ടുകൊണ്ട് പറഞ്ഞു.
എന്നിട്ടെന്താ പറയാഞ്ഞത്? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ മിന്നുവിനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. പിന്നെ നിങ്ങളിങ്ങനെ ഞെട്ടി നിൽക്കണത് കാണാമല്ലോ, അവൾ ലച്ചുവിനെ ഒന്ന് നോക്കി പറഞ്ഞു. അങ്കിൾ ആൻറ്റി എവിടെ? മിന്നു സിദ്ധുവിനോട് ചോദിച്ചു. ആൻറ്റിയും നിങ്ങളുടെ അമ്മയുമൊക്കെ അടുക്കളയിലാണ്, അങ്ങോട്ടേക്ക് വന്ന് കാർത്തികേയൻ പറഞ്ഞു. ഓഹോ, അവിടെ എന്താണ് അവരെല്ലാവരും കൂടി? ലച്ചു അവരോട് ചോദിച്ചു. സദ്യക്ക് വേണ്ടത് ഒരുക്കുവാണ്, മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ഞങ്ങളങ്ങോട്ട്. എങ്ങോട്ട്? മുത്തശ്ശൻ ചോദിച്ചു. അടുക്കളയിലേക്ക്. സിദ്ധുവിൻ്റെ കൈ തോളിൽ നിന്നും മാറ്റിക്കൊണ്ട് മിന്നു പറഞ്ഞു. അപ്പോൾ തന്നെ സിദ്ധു പുറത്തേക്ക് ഇറങ്ങി. മോൻ എങ്ങോട്ടാ പോകുന്നത്? കാർത്തികേയൻ ചോദിച്ചു. കാക്ക മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കാനാ അച്ഛാ. സിദ്ധുവേട്ടാ, മിന്നു ദേഷ്യത്തോട് വിളിച്ചു. ഇല്ല, നോക്കണില്ല. അവൻ തിരികെ അവിടെ വന്നിരുന്നു. അവർ രണ്ടുപേരും കനപ്പിച്ചൊന്ന് മൂളി. പൊക്കോളൂ അടുക്കളയിലേക്ക്, സിദ്ധു പറഞ്ഞു. സിദ്ധുവേട്ടൻ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ പൊക്കോളാം അല്ലേ ലച്ചു? മിന്നു സിദ്ധുവിനോട് പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി. ലച്ചു പുഞ്ചിരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ചാടിത്തുള്ളി അടുക്കളയിലേക്ക് ചെന്നു. പായസത്തിൻ്റെ മണം മൂക്കിൽ വന്ന് തട്ടിയപ്പോൾ രണ്ടുപേരും പാചകം ചെയ്യുന്ന ആളെ നോക്കി. ആൻറ്റിയാണ് ഉണ്ടാക്കുന്നതല്ലേ? വെറുതെ അല്ല, നല്ല മണം, മിന്നു പറഞ്ഞു. അത് കേട്ട് രണ്ടമ്മമാരും മക്കളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി. അയ്യോ, നിങ്ങളുണ്ടാക്കുന്നത് കൊള്ളില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മമാർ ഉണ്ടാക്കുന്നത് നല്ലതാ, ആൻറ്റി ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആൻറ്റി നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. പ്രോത്സാഹനമല്ലേ ഇതിനും വേണ്ടത്. പാചകം വലിയൊരു കലയാണ്, ലച്ചു പറഞ്ഞു. പായസത്തിൻ്റെ ടേസ്റ്റ് നോക്കാനായി രാജേശ്വരി കയ്യിൽ കൊണ്ട് കോരിയെടുത്ത് അത് ഊതി. ചൂട് കുറച്ച് രണ്ടുപേർക്കും കയ്യിൽ ഒഴിച്ചു കൊടുത്തു. രണ്ടുപേരും അത് കുടിച്ചിട്ട് കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. അവർ അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പായി ഹാളിലേക്കാണ് നേരെ വന്നത്. ദേ അവിടെ ഹാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഏട്ടന്മാർ. രാമേട്ടനും ശ്രീയേട്ടനും ബിച്ചുവേട്ടനും സിദ്ധുവേട്ടനും. ഹായ് വാ, ഞാൻ ഇന്നൊരു കലക്ക് കലക്കും, മിന്നു മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ഡെക്കറേഷൻ കഴിഞ്ഞ് കേക്കും കൊണ്ടുവന്ന് വെച്ചു. അവർ ബർത്ത്ഡേ സോങ് പാടി. മിന്നു കേക്ക് കട്ട് ചെയ്തു. ആദ്യം അവൾ അച്ഛൻ്റെ നേർക്ക് നീട്ടി. അതിൽ നിന്ന് ചെറിയ പീസ് എടുത്ത് അച്ഛൻ മിന്നുവിന് കൊടുത്തു. എന്നിട്ട് അച്ഛനും കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും അവൾ കൊടുത്തു. ഉച്ചയായതും സദ്യ കഴിക്കാനായി ഇരുന്നു. അമ്മമാർ വിളമ്പാനായി നിന്നു. നിങ്ങളൊക്കെ ഇരുന്നേ, നമുക്ക് എല്ലാവർക്കും വിളമ്പിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം, മിന്നു പറഞ്ഞു. അങ്ങനെ അവരും ഇരുന്നു. സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും അവർ ആസ്വദിച്ചിരുന്ന് ഊണ് കഴിച്ചു. എന്തുകൊണ്ടും മിന്നുവിന് സന്തോഷകരമായ ഒരു ദിനമായിരുന്നു തൻ്റെ ജന്മദിനാഘോഷം. അമ്പലത്തിലെ സംഭവം ഒഴിച്ചാൽ ഏട്ടന്മാരും അനിയത്തിമാരും കൂടി വിശേഷങ്ങൾ പങ്കുവെക്കാനിരുന്നു. അച്ചു ചേച്ചിയെ കണ്ടിട്ട് കുറേയായി, ഇനി എന്നാണ് വരുന്നത്? ഇന്ന് ശരിക്കും മിസ് ചെയ്തു, മിന്നു സങ്കടത്തോടെ സിദ്ധുവിനോട് പറഞ്ഞു. വെക്കേഷൻ ആകുമ്പോൾ വരും, സിദ്ധു മിന്നുവിനെ നോക്കി പറഞ്ഞു. അല്ല, നിങ്ങളുടെ ക്യാമ്പസ് എങ്ങനെയുണ്ട്? അവൻ മിന്നുവിനോട് ചോദിച്ചു. ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. ഇനി സിദ്ധുവേട്ടൻ്റെ പ്ലാൻ എന്താണ്? മിന്നു ലച്ചുവിനെ നോക്കിക്കൊണ്ട് സിദ്ധുവിനോട് ചോദിച്ചു. ജോബ് നോക്കണം, അവൻ മിന്നുവിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ആ, വേഗം ജോലി മേടിക്കി, മിന്നു ചെറു ചിരിയോടെ പറഞ്ഞു. സിദ്ധു മിന്നുവിനെ ചിരിയോടെ നോക്കിയിരുന്നു. സിദ്ധുവേ, നിന്റെ കയ്യിൽ നിന്ന് ചെലവ് മേടിക്കാനാണ്, രാം പറഞ്ഞു. ആണോ മിന്നു? സിദ്ധു വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ആദ്യമായി ജോലി കയറുമ്പോൾ ആദ്യ ശമ്പളത്തിൽ നിന്ന് എല്ലാവർക്കും ലഡു വാങ്ങിക്കൊടുക്കൂലേ? അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നാൽ മതി, വേറെ ഒന്നുമില്ല, മിന്നു നിഷ്കളങ്കമായി മറുപടി പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സിദ്ധു മിനുവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ശ്രീലകം വീട്ടിലെ രാമനാഥനും കല്യാണിക്കും 3 മക്കളാണ്. രാമേന്ദ്രൻ, രാജേശ്വരി, രവീന്ദ്രൻ. രാമേന്ദ്രൻ, അയാളുടെ ഭാര്യ ശ്രീദേവി. അയാൾക്കൊരു സൂപ്പർ മാർക്കറ്റാണുള്ളത്, അത് കൈകാര്യം ചെയ്യുന്നു. ഇവർക്ക് 3 മക്കളാണ്. ശ്രീറാം നഗരത്തിലുള്ള ഹോസ്പിറ്റലിൽ ന്യൂറോ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ശ്രീനാഥ് കോളേജിലെ ലെക്ചറാണ്. ശ്രീലക്ഷ്മി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. രാജേശ്വരി ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറാണ്. കാർത്തികേയൻ ആയുർവേദ ഡോക്ടറാണ്. ഇവർക്ക് 2 മക്കൾ, സിദ്ധാർത്ഥും അശ്വതിയും. സിദ്ധാർത്ഥ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് ശ്രമിക്കുന്നു. അശ്വതി ഡിഗ്രി 2ാം വർഷം PG ചെയ്യുകയാണ്. പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരെ പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്.
രവീന്ദ്രൻ. അദ്ദേഹം വില്ലേജ് ഓഫീസിലെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്നു. വിദ്യ ടീച്ചറാണ്. ഇവർക്ക് 2 മക്കൾ. വൈഷ്ണവ് ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ SI ആണ്. മേഘ്ന ശ്രീലകം വീട്ടിലെ അവസാന പെൺതരിയാണ്. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. തുടരും.